ഹായ് മക്കളെ, അങ്ങനെ വെൽക്കം ബാക്ക്, വെൽക്കം ടു ഫ്യൂച്ചർ. നിങ്ങളെ സൈസാറാണ്. അങ്ങനെ പഠിച്ച് ഡ്യുവലെത്തി അതിനുശേഷം നമ്മൾ ആറ്റംസിലേക്ക് പോവുകയാണ്. ആറ്റംസും ന്യൂക്ലിയയിൽ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ 3 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് ആറ്റംസിൽ ഉണ്ടായിരുന്നത്. ഒരു റേഡിയസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ഓർബിറ്റിന്റെ റേഡിയസ് ചോദിച്ചതാണ്. ആ ഓർബിറ്റിൽ ഡയറക്റ്റ് ഫോർമുലയിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ എത്തുന്ന തരത്തിലായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുല ഓറിയന്റഡ് ആയിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡെഫിനറ്റ് ആയിട്ടും അത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ആറ്റംസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഒരിക്കലും വേസ്റ്റ് ആവില്ല. നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഉള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി? അപ്പോ ചാപ്റ്ററിലേക്ക് പോവാം. പണ്ട് മുതൽക്കേ മനുഷ്യന്മാർക്ക് ആറ്റംസ് അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ആറ്റംസിനെ നമുക്ക് കാണാൻ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല റീജിയനിലെ ആൾക്കാർ ഓരോരോ മോഡൽ കൊണ്ട് പ്രൊപ്പോസ് ചെയ്ത് വന്നു. അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ആദ്യമായിട്ട് ഒരു ഫെമിലിയർ ആയിട്ട് ഒരു എക്സ്പെരിമെന്റലി കുറെ കാര്യങ്ങൾ, അതായത് സയന്റിഫിക് ആയിട്ട് കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയത് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലാണ്. നിങ്ങൾക്കറിയാം, പ്ലംസ് ആയിട്ട് അവിടെ എന്തുണ്ടാവും? ഇലക്ട്രോൺസുകളും അവിടെ ബാക്കി ഫ്ലഷി ആയിട്ടുള്ള പാർട്ടിൽ പോസിറ്റീവ് ഉണ്ടാവും. അതേപോലെ ആറ്റംസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സക്സസ്ഫുള്ളി എന്ത് ചെയ്തു? കെമിക്കൽ റിയാക്ഷനും റേഡിയോ ആക്റ്റീവ് ഡീകേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വൈബ്രേറ്റിംഗ് ഇലക്ട്രോൺസ് ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തോംസനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ ഫെയിലിയർ ആയിരുന്നു എന്ത് ചെയ്തില്ല? റുദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതേപോലെ ഹൈഡ്രജൻ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോ തോംസൺ ആണ് ഒരു നല്ലൊരു മോഡലായിട്ട് കൊണ്ടുവന്നത്. അതിനെ വാട്ടർമെലൻ മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയാം ന്യൂക്ലിയർ ഫിസിക്സിലേക്ക് ഒരു റെവല്യൂഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന എക്സ്പെരിമെന്റ് ആണ് റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സാറ് ന്യൂക്ലിയർ ഫിസിക്സിൽ റിസർച്ച് ചെയ്ത ഒരാളാണ്. എനിക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് അറിയാം. കാരണം എന്ന് വെച്ചാൽ വളരെ തിയററ്റിക്കൽ മോഡൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്താണ് ഒരു എക്സ്പെരിമെന്റലായിട്ട് എന്ത് ചെയ്യുന്നത്? റുദർഫോർഡ് വരുന്നത്. റെഡി? ഞാൻ അതിന്റെ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് സാധനങ്ങളിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ആ എക്സ്പെരിമെന്റ് എന്താന്ന് പറയാണ്. നിങ്ങൾക്കറിയാം, റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആയിട്ടുള്ള ബിസ്മത്ത് എന്ത് ചെയ്യാണ്? ഒരു ലെഡ് ബ്രിക്കിൽ വെക്കുകയാണ്. അതിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഡയറക്റ്റ് ചെയ്ത് വരികയാണ്. അവിടെ ഒരു തിൻ ആയിട്ടുള്ള ഒരു ഫിലിം ആയിട്ടുള്ള ഗോൾഡ് ഫോയിൽ എടുത്തിട്ടുണ്ട്. അവിടെ സ്കാറ്റർ ചെയ്ത് പോവുകയാണ്. ആ സ്കാറ്റർ ചെയ്ത് പോയത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതേപോലെ മൈക്രോസ്കോപ്പും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫെമിലിയർ ആണ്. ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു ആൽഫ ഗോൾഡ് ഫോയിലേക്ക് ആൽഫ അല്ല ഗോൾഡ് തിൻ ഫിലിമിലേക്ക് എന്ത് ചെയ്യാണ്? ഇടിക്കുകയാണ്. അവിടെ നിന്ന് സ്കാറ്ററിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സിങ്ക് സൾഫേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. റെഡി? അങ്ങനെയാണെങ്കിൽ മക്കളെ അതിന്റെ ഒബ്സർവേഷൻ പറയാണ്. ജസ്റ്റ് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇതാ നോക്കിക്കോ, വരുന്ന ആൽഫ പാർട്ടിക്കിൾ മെനി ഓഫ് ദം എന്ത് ചെയ്യുന്നു? ഡീവിയേഷൻ ഇല്ലാതെ പാസ് ചെയ്ത് പോകുന്നു. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? 1/8000 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? സ്കാറ്റർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതിൽ വെരി ഫ്യൂ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? റിഫ്ലക്റ്റഡ് ബാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പല കൺക്ലൂഷനിലെത്തി. ഒന്നാമത്തെ കൺക്ലൂഷൻ ഇതായിരുന്നു, വരുന്ന ആൽഫ പാർട്ടിക്കിൾ ഒക്കെ ഡീവിയേഷൻ ഇല്ലാതെ അതിലൂടെ പാസ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ മോസ്റ്റ് ഓഫ് ദ സ്പേസ് എന്താണ്? വാക്കന്റ് ആണ്. പിന്നെ അവിടെ സ്കാറ്ററിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചാർജസ് ഉണ്ട്. ഇനി റിഫ്ലക്റ്റഡ് ബാക്ക് ആവണമെങ്കിൽ അവിടെ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസ് എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവിനെ റിഫ്ലക്റ്റഡ് ബാക്ക് ആക്കണമെങ്കിൽ അവിടെ സെൻട്രൽ ആരുണ്ടാവും? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റർ ഉണ്ടാവും. ആ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റർ ഉണ്ടാവും. അതെന്ത് ചെയ്യണം? അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്? ആൽഫ പാർട്ടിക്കിൾ വരികയാണ്. അപ്പോൾ പോസിറ്റീവിന്റെ റിപ്പൽഷൻ കാരണം അതെന്ത് ചെയ്തു? റിഫ്ലക്റ്റഡ് ബാക്ക് ആയിട്ട് പോവാൻ. അവിടെ ഉണ്ടായത് റിഫ്ലക്റ്റഡ് ബാക്ക് ആയിട്ട് പോകുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് പറയാം അതിന്റെ സൈസ് എന്താണ്? വളരെ ചെറുതാണെന്നും പറയാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? ഇതെല്ലാം ഓൾറെഡി കെമിസ്ട്രിയിൽ നിങ്ങൾ കേട്ടതാണ്. അതിന് അഡീഷൻ ആയിട്ട് ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് 2 ഫാക്ടർ കൂടി പഠിക്കണം. അതിന്റെ സിഗ്നിഫിക്കൻസും ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കിൾ വരികയാണ്, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. അത് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റിഫ്ലക്റ്റഡ് ബാക്ക് ആവണമെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റഡ് ബാക്ക് ആയിട്ട് എന്ത് ചെയ്യും? തിരിച്ചിങ്ങോട്ടേക്ക് പോകും. അപ്പൊ അതിന് ആൽഫ പാർട്ടിക്കിളിന് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് മാക്സിമം വരാൻ പറ്റുന്ന ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ന്യൂക്ലിയസിന്റെ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. നമുക്ക് നോക്കാം. ആൽഫ പാർട്ടിക്കിൾ ഹീലിയം ന്യൂക്ലിയസ് ആയതുകൊണ്ട് അതിന്റെ
ഉള്ളിൽ 2 പ്രോട്ടോൺ ആണുള്ളത്. അപ്പൊ അതിന് 2 പോസിറ്റീവ് ചാർജ്, 2 2e ഇലക്ട്രോൺ ചാർജ് ആണുള്ളത്. ഇനി ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ Z ആണെങ്കിൽ അതിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ Ze ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഒരു ഹാഫ് എം വി സ്ക്വയർ എനർജിയിൽ വരുന്ന ആൽഫ പാർട്ടികൾ അയാൾ എനർജി മൊത്തം എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അയാൾ എന്ത് ചെയ്യുക, അയാൾ എനർജി കൈനറ്റിക് എനർജി 0 ആവും. ആ കൈനറ്റിക് എനർജി 0 ആകുമ്പോൾ അയാൾ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ റിഫ്ലക്റ്റഡ് ബാക്ക് ആയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് പോരും. അങ്ങനെയാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ എന്തിന് ഈക്വൽ ആണെന്ന് പറയാം, അവര് തമ്മിലുണ്ട് 2 ചാർജുകൾ തമ്മിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണെന്ന് പറയാം. പൊട്ടൻഷ്യൽ എനർജിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം, എന്താ, 1/4π ആപ്സിലോൺ 0 2e into Ze divided by എത്രയാണ് ഇവർ തമ്മിൽ ദൂരം ഞാൻ പറയുകയാണ്. ഇതാ മാക്സിമം വരാൻ പറ്റുന്ന ന്യൂക്ലിയസിലേക്കുള്ള ദൂരം എന്താണ്, R0 ആക്കി എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്താണ്, Ze divided by R0 എന്ന് എഴുതാണ്. അങ്ങനെയാണെങ്കിൽ R0 is equal to K into 2e into Ze divided by half mv square എന്ന് എഴുതാൻ വേണ്ടി പറ്റും. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ K into 2z e square divided by half mv square അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. പ്രശ്നമില്ലല്ലോ. നമ്മൾ പ്രീവിയസ് ഇയർ നീറ്റ് എക്സാമിലേക്ക് നോക്കുന്ന സമയത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ. അതിനു മുന്നേ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ദ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇൻ എ റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വെൻ എ projectile of charge Z1 and mass M1 approaches a target nucleus of charge Z2 and mass M2, the distance of closest approach is R0. The energy of the projectile എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ടാർഗറ്റ് ആണ് M2 എന്ന് പറയുന്നത്. അവിടെ ആരാണ് പോകുന്നത്, M1 മാസ് ഉള്ള പ്രൊജക്റ്റൈലാണ് പോകുന്നത്. അപ്പൊ അയാളെ കൈനറ്റിക് എനർജി എത്രയാടാ, ഹാഫ് M1 V1 സ്ക്വയർ എന്ന് എഴുതി. പ്രശ്നമില്ലല്ലോ. ഇനി ആ കൈനറ്റിക് എനർജി മൊത്തം എന്തായിട്ട് മാറാടാ, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, K ഇൻറ്റു ഒന്നാമത്തെ ആളെ ചാർജ് എത്രയാടാ, Z1e ഇൻറ്റു അടുത്തൊന്ന് പറഞ്ഞ് Z2, മറ്റേ ഒരു ചാർജ് Q1, ഇനി അടുത്തത് Q2. Q2ന്റെ ചാർജ് എത്രയാടാ, അയാളെ അറ്റോമിക് നമ്പർ Z ആണെങ്കിൽ അയാളെ ചാർജ് എത്രയാടാ വരിക, Ze. അവിടെ Z2 ആണ് അറ്റോമിക് നമ്പർ ഇൻറ്റു E എന്ന് വന്നു. പ്രശ്നമില്ലല്ലോ. ഇനി അവരെ മാക്സിമം വരുന്ന ഡിസ്റ്റൻസ് എത്രയാടാ, R0. റെഡി. ഇനി നമ്മൾ ഏതാണ് കൈനറ്റിക് എനർജി ഓഫ് ദ പ്രൊജക്റ്റൈൽ ആണ് ചോദിച്ചില്ല. അപ്പൊ കൈനറ്റിക് എനർജി നമുക്ക് പറയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഇക്വേഷൻ ഏതാണ്, ഈസിക്കൽ എന്താ, K ഇൻറ്റു Z1 Z2 E സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ, R0. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താടാ, കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു Z1 ഇൻറ്റു Z2. ഓപ്ഷൻ ഏതാടാ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ, ക്ലിയർ അല്ലേ? ഈ അപ്രോച്ച് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത, റുദർഫോർഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രശ്നമില്ലല്ലോ. യെസ്. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കോ. An alpha nucleus of energy half mv square bombards a heavy nuclear target of charge Ze, then the distance of closest approach of the alpha nucleus will be proportional to എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം R0ന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ, ഒന്ന് പറഞ്ഞേ. യെസ്, K ഇൻറ്റു 2ZE സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ് mv സ്ക്വയർ. ഇപ്പം പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ R0 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/m എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ഏതാടാ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താ എളുപ്പം, ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആണ്. പ്രശ്നമില്ലല്ലോ. യെസ്. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും അതേ പാറ്റേണിൽ വന്ന ക്വസ്റ്റ്യൻ, നീറ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ചോദ്യം എന്താടാ, ആൽഫ പാർട്ടിക്കിൾ വെൻ ആൻ ആൽഫ പാർട്ടിക്കിൾ ഓഫ് മാസ് മൂവ് വിത്ത് വെലോസിറ്റി v bombards on an heavy nucleus of charge Ze, its distance of closest from the nucleus depends on the mass എന്നാണ് ചോദ്യം. ഇപ്പം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. എന്താ, R0 ഈസ് ഈക്വൽ ടു K ഇൻറ്റു പറയടാ
2ze² divided by half mv². R0 is inversely proportional to 1/m. Option A is the right answer. Yes, എളുപ്പല്ലേ? എന്താടാ ആ റുദർഫോർഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഫിസിക്സിൽ ഒരു അഡീഷൻ ആയിട്ട് പഠിച്ച സാധനമാണ് ഇത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. റെഡി? അടുത്തതിലേക്ക് പോയാലോ? റെഡി? യെസ്. ഇംപാക്ട് പാരാമീറ്റർ. അടുത്തൊരു രണ്ട് ടേം ആണ് സാർ പറഞ്ഞത്. ഒന്ന് ആദ്യം പറഞ്ഞ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, രണ്ടാമത് ഫിസിക്കൽ അഡീഷൻ ആയിട്ട് പഠിക്കുന്ന ഇമ്പാക്ട് പാരാമീറ്റർ. നിങ്ങൾക്ക് അറിയാം ന്യൂക്ലിയസിന്റെ സെൻട്രൽ ആക്സിസ് നിന്നുണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുക. ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ ഞാൻ പറയുകയാണ് നേരെ ആക്സിസിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം എവിടേക്കാ പോയിട്ട് ഇടിക്കുക? ന്യൂക്ലിയസിലേക്കാ പോയിട്ട് ഇടിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും B=0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കാറ്റർ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 180 ആണ്. ഇനി ബി വലുതാകുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ അടുത്ത് നിന്ന് ഇയാൾ എന്ത് ചെയ്യാണ്? മുകളിലേക്ക് പോവാണ്. ആൽഫ പാർട്ടി മുകളിലേക്ക് പോവാണ്. അപ്പൊ അവര് സ്കാറ്റർ ചെയ്യുന്നതിന്റെ തീറ്റ ആംഗിൾ എന്ത് ചെയ്യും? കുറയും. ബി ഇൻക്രീസസ്, തീറ്റ ആംഗിൾ വിൽ ഡിക്രീസ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അതുമായിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. റുദർഫോർഡ് പറഞ്ഞിട്ടുണ്ട് എന്താ? B = 1/4π ε0 ze² cot θ/2 divided by half mv² എന്ന് പഠിച്ചാൽ മതി. അതായത് നേരത്തെ പഠിച്ച ഇക്വേഷൻ, അതായത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ ഒപ്പരം അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ കോട്ട് θ/2 എന്ന് കൂടി ആഡ് ചെയ്താൽ മതി. മനസ്സിലായി? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ ഇക്വേഷൻ ഒന്ന് പഠിക്കണ്ട. പറഞ്ഞത് ക്ലിയർ ആണോ? പക്ഷെങ്കിൽ കുറെ കാര്യങ്ങൾ റുദർഫോർഡിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടില്ല? റുദർഫോർഡിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നോക്ക്, റുദർഫോർഡിനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആണ് ഇത്. ആറ്റോമിക് സൈസിനെ കുറിച്ച് പറയാൻ പറ്റി, ഡെൻസിനെ കുറിച്ച് പറയാൻ പറ്റി. ന്യൂക്ലിയസ് ഈസ് എന്നാണ് ഒരു ആറ്റം എന്ന് പറയുന്നത്. അതിന്റെ സെൻട്രൽ പാർട്ടായിട്ട് അതിന്റെ നടുക്കാരുണ്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഹൈലി ഡെൻസ്ഡ് ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ സൈസും പറഞ്ഞു 10⁻⁴ അല്ലെങ്കിൽ ഒരു ഫെംറ്റോമീറ്ററിന്റെ റേഞ്ചിലാണ് ന്യൂക്ലിയർ സൈസ് വരിക. ഇനി ആറ്റോമിക് സൈസും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇലക്ട്രോൺസ് ഒരു ഡിഫറെന്റ് ഓർബിറ്റുകളിലൂടെ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു എന്നുള്ളതും റുദർഫോർഡ് പറഞ്ഞതാണ്. ഇനി എത്രയാണോ പോസിറ്റീവ് ഉള്ളത് അത്രയും അവിടെ എന്തുണ്ടടാ? നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആറ്റം ഈസ് ആൻ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇനി അതിന് റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സർക്കുലർ പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്ന ചാർജസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനർജി എമിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ന്യൂക്ലിയസിന്റെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇങ്ങനെ സ്പൈറലി പോയി അവസാനം എവിടെ പോയിട്ടിരിക്കും? ന്യൂക്ലിയസിൽ പോയിരിക്കും. എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആർക്ക് പറ്റിയില്ല? റുദർഫോർഡിന് പറ്റിയിട്ടില്ല. അപ്പോഴാണ് നമ്മളുടെ അടുത്ത ആളെ കടന്നു വരും, ബോറിന്റെ കടന്നു വരും. പറഞ്ഞ മനസ്സിലായോ? റുദർഫോർഡിന്റെ തോറ്റ സമയത്ത് അവിടെ എന്ത് ചെയ്യാണ്? ബോർ വരികയാണ്. സ്റ്റുഡന്റ് ആയാലും ബോർ വരികയാണ്. റെഡി? അപ്പോ ബോർ വരികയാണ്. ബോർ എന്ത് ഒരു അറ്റോമിക് മോഡല് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ചാപ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് 3 ഭാഗം അല്ലെങ്കിൽ ഒരു 2 ഭാഗമായി തിരിക്കാൻ വേണ്ടി പറ്റും. റുദർഫോർഡ് മോഡൽ, പിന്നെ ബോർ മോഡൽ, ബോർ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, മിക്കവാറും ബോർ ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. റെഡി? നോക്കിക്കോ. ആദ്യമായിട്ട് എന്ത് ചെയ്തു? കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു? ബോർ പറഞ്ഞു. ന്യൂക്ലിയർ കൺസെപ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ന്യൂക്ലിയസ് സെൻട്രൽ പാർട്ട്, അതിന് ചുറ്റും എന്ത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിവോൾവ് ചെയ്യുന്നത് എവിടെയെങ്കിലും പോയിട്ട് ഒരു ഓർബിറ്റ് അല്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതിനെന്തുണ്ട്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിട്ടുള്ള ഓർബിറ്റുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MVR എന്തിന് ഈക്വൽ ആവുക? NH/2π ഈക്വൽ ആകുന്ന ഓർബിറ്റുകളിൽ മാത്രമേ ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ n = 1 ഫോർ ഫസ്റ്റ് ഓർബിറ്റ്, n = 2 ഫോർ സെക്കൻഡ് ഓർബിറ്റ്, n = 3 ഫോർ തേർഡ് ഓർബിറ്റ്. അങ്ങനെ ഏത് ഓർബിറ്റ് ആണോ ആ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്താണ് ആംഗുലാർ മൊമെന്റം ആയിട്ടുള്ള ഓർബിറ്റുകളിലൂടെ മാത്രമേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അയാള് ഈ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു ഓർബിറ്റിൽ ഒരു ഡെഫിനിറ്റ് എനർജിയാണ് ഉണ്ടാവുക. ആ എനർജി എന്ത് ചെയ്യുന്നില്ല? അബ്സോർപ്ഷനോ എമിഷനോ നടക്കുന്നില്ല. അതുകൊണ്ട് അതിനെ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയാം. ഇനി ഇവരെന്ത് ചെയ്യാണ്? ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്?
എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് അടുത്ത ഓർബിറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോട്ടോണിക് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, അവരെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി എക്സൈറ്റഡ് ആയിട്ടുള്ള അറ്റോമിക് ലെവലിൽ നിന്ന് എന്ത് ചെയ്യാണ്, ലോവർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്കും റിലീസ് ചെയ്യുന്നുണ്ട്. അത് എന്താണ് വരിക, ഈ 2 എനർജി ലെവലിൽ നിന്ന് E1 എനർജിയിലേക്ക് പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഒരു ഫോട്ടോൺ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് എമിഷൻ നടക്കുന്നുണ്ട്. E2 മൈനസ് E1 ഈസ് ഈക്വൽ ടു എന്താണ്, hν എന്ന് പറയാണ്. പ്രയാസമില്ലല്ലോ. റെഡി, ക്ലിയർ അല്ലേ? രണ്ട് കാര്യം, ആംഗുലാർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നു, ഡെഫിനിറ്റ് ഓർബിറ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, റിവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യാം, ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് പോകുന്ന എനർജി അബ്സോർബ് ചെയ്യോ എനർജി റിലീസ് ചെയ്യോ ചെയ്യുന്നുണ്ട്. അതെന്താണ്, ഫോട്ടോൺ എനർജി ആയിട്ടാണ് പുറത്തേക്ക് എമിഷൻ നടക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നോക്ക് മക്കളെ, ഇതിലുള്ള കുറച്ച് ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കുക. അതായത് ഓരോ ഓർബിറ്റൽ റേഡിയസിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആർ എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആർ സീറോ. ആർ സീറോയുടെ വാല്യൂ വരുന്നത് 0.53 എൻ സ്ക്വയർ ആർ സീറോ എന്നാണ് വരിക. പ്രയാസമില്ലല്ലോ. 0.53 സോറി ആർ എൻ ഈസ് 0.53 എൻ സ്ക്വയർ ആസ്ട്രത്തിലാണ് വരിക. ആസ്ട്രം 10⁻⁻10 മീറ്റർ. അപ്പോ ഒരു ഫസ്റ്റ് ഓർബിറ്റിൽ എത്രയാണ് വരിക, ആർ എൻ ഈസ് 0.53 ആസ്ട്രം. സെക്കൻഡ് ഓർബിറ്റിലെയോ 0.53 ഇൻറ്റു 2 സ്ക്വയർ ആസ്ട്രം. അങ്ങനെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. നമുക്ക് വേണമെങ്കിൽ പറയാം ആർ എൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എൻ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഓർബിറ്റിൽ എന്ത് ചെയ്യും, 1:4:9 അങ്ങനെ പോകും റേഷ്യോ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ബോർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ റേഡിയസിന്റെയും ഓരോ ബോർ മോഡലിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഓർബിറ്റിന്റെയും റേഡിയസിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ആർ ഈസ് ഈക്വൽ ടു എന്താ, R0 n സ്ക്വയർ ആണ് വരിക. മനസ്സിലായോ? റെഡി. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേഗതയും കണ്ടുപിടിച്ചിട്ടുണ്ട്, 1/137c/n എന്നാണ് വരിക. ഇതിന്റെ ഫൈൻ സ്പെക്ട്രസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. റെഡി അല്ലേ? ഇനി ഓരോ ഓർബിറ്റിലെയും എനർജി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എനർജി കാൽക്കുലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് വരിക ഒന്ന് പറഞ്ഞു. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്, K ഇൻറ്റു Z² ഡിവൈഡഡ് ബൈ 2R ആണ് വരിക. ഇനി പൊട്ടൻഷ്യൽ എനർജി വരിക എന്ന് പറയുന്നത് എന്താണ്, K Z² ഡിവൈഡഡ് ബൈ R ആണ് വരിക. അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എനർജി വരിക എന്ന് പറയുന്നത് -KZE² ഡിവൈഡഡ് ബൈ 2R ആണ് വരിക. അപ്പൊ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. വാല്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്താണ്, കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആണ്, ടോട്ടൽ എനർജിയുടെ നെഗറ്റീവിന് ഈക്വൽ ആണ്. പറഞ്ഞ മനസ്സിലായോ? റെഡി. ഇനി വേറൊരു കാര്യം എഴുതാൻ വേണ്ടി പറ്റും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എനർജിന്റെ 2 ടൈംസ് ആണ് എന്ത് വരിക, പൊട്ടൻഷ്യൽ എനർജി വരിക. ക്ലിയർ അല്ലേ? ആ കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലുണ്ടാവുക. റെഡി. വാല്യൂ ബേസ് ടോട്ടൽ എനർജി എന്തിന് ഈക്വൽ ആണ്, കൈനറ്റിക് എനർജി ഈക്വൽ ആണ്, നെഗറ്റീവ് ഉണ്ട്. റെഡി അല്ലേ? ഇനി കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും സെയിം ആണ്, അവിടെ നെഗറ്റീവ് ഉണ്ട്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്താണ്, 2 ടൈംസ് ഓഫ് എന്താണ്, കൈനറ്റിക് എനർജിയാണ്. പ്രയാസമില്ലല്ലോ. റെഡി അല്ലേ? 2-3 ഇക്വേഷൻ അല്ലല്ലോ, തലേൻ്റെ അകത്ത് ഉണ്ടാവില്ലേ? യെസ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബോറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. നോക്കിയോ. റെഡി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദ ബോർ മോഡൽ ഓഫ് ആറ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ അസ്യൂംസ് ദ ആംഗുലാർ മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് നമ്പർ, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അപ്പോൾ ഡെഫിനിറ്റ് നമ്പേഴ്സ് എന്നുള്ളതാണ് ക്വാണ്ടൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി താഴത്തേക്ക് വായിക്കുന്നതിൽ അർത്ഥമില്ല, എന്താണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. കിട്ടിയോടാ? എളുപ്പല്ലേ? യെസ്. ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബോർ മോഡൽ ഈസ് നോട്ട് വാലിഡ് എന്നാണ് ചോദ്യം. അപ്പൊ സാർ അത് പറയുകയാണെങ്കിൽ, അതായത് ഈ 1 ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബോർ മോഡൽ ഒബേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബോർ മോഡൽ എന്ത് ചെയ്യുള്ളൂ, വാലിഡ് ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അപ്പോൾ ഹീലിയം ആണെങ്കിൽ He+ മാത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് പറഞ്ഞു സിംഗ്ലി അയണൈസ് ഹീലിയം. അപ്പോൾ അതിന് ഒരു ഇലക്ട്രോൺ സ്പീസീസ് ആണ്, 1 ഇലക്ട്രോൺ സ്പീസീസ് ആണ്, ഒറ്റ ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളൂ.
അല്ല ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളൂ, ഓർബിറ്റിലുള്ളൂ. ഇനി ന്യൂട്രോൺ ആറ്റം, അതും എന്താണ്, ഒരു ഇലക്ട്രോൺ ആണ്, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. ഇനി സിംഗ്ലി അയണൈസ്ഡ് എന്താണ്, നിയോൺ ആറ്റം. അപ്പൊ നിയോൺ ആറ്റം അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇലക്ട്രോൺ മാത്രമല്ല ഉണ്ടാവുക. അപ്പോൾ സോ അതെന്താണ്, തെറ്റാണ്. അപ്പൊ നോട്ട് വാലിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ സി ആണ് വരിക. ഹൈഡ്രജൻ ആറ്റവും എന്താണ്, വാലിഡ് ആണ്. പറഞ്ഞത് ക്ലിയർ ആണോ? 20ൽ ചോദിച്ച ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? കിട്ടിയോ? എന്തൊരു എളുപ്പമാടാ. കൺസെപ്റ്റ് ക്ലിയർ ആവുകയും ആ ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഹോളിൽ ഈ ചാപ്റ്റർ വളരെ കോൺഫിഡൻസ് തരും. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. 26ൽ വന്നാണ്, നിങ്ങൾ എഴുതിയ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ എളുപ്പം, നിങ്ങളൊന്ന് വായിച്ചേ. In the first excited state of hydrogen atom, the energy of an electron is minus 3.4 eV എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Ready? The radial distance of the electron from the hydrogen nucleus is in the case is approximately എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം എന്തറിയണം, എനർജീന്റെ എക്സ്പ്രഷൻ അറിയണം. ഓരോ ഓർബിറ്റിലെയും ടോട്ടൽ എനർജീനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, -13.6 EV ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ n = 2 ആണെങ്കിൽ അവിടെ വരിക എന്താണ്, -13.6 EV ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് വരിക. സ്വാഭാവികമായിട്ടും -3.4 EV എന്ന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, n എന്താണ് 2 ആണ്. അപ്പോ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിച്ചാൽ പോരാടാ. എന്താ ഇക്വേഷൻ പറയ്, r = r0 n സ്ക്വയർ. r0ന്റെ വാല്യൂ ഇപ്പം പറഞ്ഞു 0.53 ആസ്ട്രം ആണ്. അപ്പൊ എന്താ, 10⁻⁻10 അല്ലേ. n സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n = 2 ആണെങ്കിൽ 2ന്റെ സ്ക്വയർ എത്രയാടാ, 4. അപ്പൊ 0.5 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക എത്രയാണ്, 2.1 × 10⁻10 മീറ്റർ എന്നാണ്. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. കിട്ടിയോ? അപ്പോൾ 13 ഈ എനർജീന്റെ എക്സ്പ്രഷനും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊക്കെ ഓൾറെഡി ബോർഡ് എക്സാമിൽ നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സിമ്പിൾ അല്ലേ? റൈറ്റ്? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇതാ നോക്കിയേ. കൺസിഡർ an electron in the nth orbit of a hydrogen atom in the Bohr model. The circumference of the orbit can be expressed in terms of de Broglie wavelength lambda of that electron as എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ പറയണം ഓർബിറ്റിൽ ഇലക്ട്രോൺ എന്ത് നാച്ചുറാ ഉള്ളത്, വേവ് നാച്ചുറ ആണുള്ളത്. അപ്പോൾ അവിടെ ഒരു സ്റ്റേഷനറി വേവ് ഇങ്ങനെ ഉണ്ട്, സ്റ്റേഷനറി വേവ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഉണ്ടാകുന്ന സർക്കംഫറൻസ് എത്രയാണ്, 2πr ആണ്. അപ്പൊ 2πr ലാംഡ വേവ് ലെങ്ത് ആണ് ഉള്ളതെങ്കിൽ എത്ര വേവ് ഉണ്ടടാ, n ലാംഡ വേവ്. അല്ലെങ്കിൽ ഒരു വേവ് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, ഒരു വേവ് സഞ്ചരിച്ച ദൂരാണ് ലാംഡ. അപ്പൊ ഇത് ലാംഡ. അപ്പൊ ഇങ്ങനെ ലാംഡകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, ഈ ഓർബിറ്റിന്റെ സർക്കംഫറൻസ് ആണ് കിട്ടുക. അപ്പോൾ 2πr എന്തിന് ഈക്വൽ ആണ്, 2πr എന്തിന് ഈക്വൽ ആണ്, 2πr സർക്കംഫറൻസ് എന്തിന് ഈക്വൽ ആണ്, ലാംഡയ്ക്ക് ഈക്വൽ ആണ്. n ലാംഡയ്ക്ക്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഈസ് എ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്. വേവ് നാച്ചർ കൂടി ഉണ്ട്. പിന്നെ പാർട്ടിക്കിൾ നാച്ചർ പോലെ വേവ് നാച്ചർ ഉണ്ട്. അത് എന്താണ്, ഓർബിറ്റിൽ വേവ് ആണെങ്കിൽ ഒരു വേവ് സഞ്ചരിച്ച ലാംഡയാണ്. അപ്പൊ n വേവ്സ് ഉണ്ടെങ്കിൽ എത്ര സഞ്ചരിച്ച n ലാംഡ, അത് അതിന്റെ എന്തായിരിക്കും, ഓർബിറ്റിന്റെ സർക്കംഫറൻസ് ആയിരിക്കും ഉണ്ടാവും. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം. ദ ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ മൂവിംഗ് ഇൻ ഓർബിറ്റ് of hydrogen atom is 1.5 h/2π. The energy in the same orbit is nearly എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം MVR എന്തിന് ഈക്വൽ ആണ്, NH/2π ഈക്വൽ ആണ്. അതാണ് ആംഗുലാർ മൊമെന്റം, അല്ലെങ്കിൽ L = എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ കിട്ടിയത് എന്താടാ, 1.5 × h/π ആണ്. ഇതിനെ തന്നെ നമ്മൾ മാറ്റിയതാണ് 3/2 × h/π എന്നാണ് വരിക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം 3 × h/2π n = എന്താണ് കിട്ടുക, 3 എന്ന് കിട്ടും. n = 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ, ഏതാ എനർജിയുടെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. എനർജിയുടെ ഇക്വേഷൻ എന്താടാ, എനർജി -13.6 EV ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്നാണ് വരിക. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താടാ, 3 സ്ക്വയർ. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പം -13.6 ഡിവൈഡഡ് ബൈ 9 EV എന്ന് വരും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താടാ -1.5 EV. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഡിവൈഡ് ചെയ്താൽ മതി, ഏകദേശം 1.5 ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? യെസ്, എളുപ്പല്ലേടാ. അപ്പൊ എന്താണ് ബോറിന്റെ ക്വാണ്ടൈസേഷൻ എന്ത് ചെയ്തു? പിന്നെ ബോറിന്റെ എന്താണ് ആംഗുലാർ മൊമെന്റം ഈസ് എന്താണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നുള്ളത് ഉപയോഗിച്ചു. അതിൽ എന്ത് ചെയ്തു? n കണ്ടുപിടിച്ചു. അത് നേരെ എനർജിന്റെ എക്സ്പ്രഷനിൽ കൊണ്ടുപോയിട്ടു. ഡയറക്റ്റ് ഫോർമുല റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? യെസ്, 23-ലാണ് ചോദിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? ഇതാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇതാ വായിച്ചേ. ലെറ്റ് R1 ബി ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡറി സ്റ്റേഷനറി ഓർബിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ n എന്താടാ 2. ഇനി ആൻഡ് R2 ബി ദ റേഡിയസ് ഓഫ് ദ ഫോർത്ത് സ്റ്റേഷനറി ഓർബിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ n എന്താടാ 4 ആണ്. ഓർബിറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ബോർ മോഡൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ റേഷ്യോ ഓഫ് R1/R2 എത്രയാണെന്നാണ് ചോദ്യം. R1/R2 എന്ന് പറയും, ഇവിടെ 1 2 എന്നിട R1/R2 ഞാൻ ഡയറക്റ്റ് ചെയ്താണ്. റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n². അപ്പോ R1/R2 എന്തിന് ഈക്വൽ ആടാ? n1² ഡിവൈഡഡ് ബൈ n2² ഈക്വൽ. n1² എത്രയാടാ? n1² 4 ആണ്. n2² എത്രയാടാ? 16 ആണ്. 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ ആൻസർ എന്താണ് വരിക? 1/4. 1/4 എത്രയാണ് ആൻസർ? 0.25 എന്ന് വരും. ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. റെഡി? യെസ്, ഫോർമുല ഓറിയന്റഡ് ആയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ സെപ്റ്റംബറിൽ ചോദിച്ചതാണ്, നീറ്റ് 22. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദ എനർജി ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് -13.6 EV എന്നുള്ളതാണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. ദ എനർജി ഓഫ് എൻ ഹീലിയം അയോൺ ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് വിൽ ബി എന്നാണ് ചോദ്യം. 2-3 ഡാറ്റ ഉണ്ട്. അതായത് നമ്മളിപ്പോ ഹൈഡ്രജന്റെ ആണ് പറഞ്ഞത്. ഹൈഡ്രജന് പകരം ഹീലിയമായി മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യൂക്ലിയസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് ബോർ മോഡൽ ഈസ് എന്താണ് ആപ്ലിക്കബിൾ ടു എന്താണ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ളതിനെല്ലാം അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബോർ റേഡിയസിന്റെ ഇക്വേഷനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? R is equal to പറയടാ -13.6 EV into Z² divided by n² എന്ന് എഴുതാം. Z² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അറ്റോമിക് നമ്പർ ഓഫ് ദ ആറ്റം. റെഡി? n എന്ന് പറഞ്ഞ ഓർബിറ്റ്. ഇവിടെ ചോദിച്ചത് അവിടെ ഒരു ഇതുണ്ട്, എന്താണ്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മളെ എക്സൈറ്റേഷൻ കൊണ്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്? തെറ്റിക്കരുത്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഏതാടാ? n എന്താടാ 2 ആണ്. നേരെ തന്നെ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ R അല്ലടാ, റേഡിയസിൽ എനർജി അല്ലേ? യെസ്, എനർജി ഈസ് ഈക്വൽ ടു എന്താടാ? -13.6 EV. Z എത്രയാടാ? Z ഹീലിയം ആണ്. ഹീലിയം ആണെങ്കിൽ Z ഈസ് ഈക്വൽ എന്താടാ? 2. 2ന്റെ സ്ക്വയർ എത്രയാടാ? 4 ഡിവൈഡ് ബൈ n എത്രയാടാ? 4. 4 4 എന്താടാ? ക്യാൻസൽ ആവും. ഏതാ ആൻസർ കിട്ടുക? 13.6 EV. അപ്പൊ ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പോ കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ളത് -13.6 EV into Z² divided by n² എന്നാണ് എക്സ്പ്രഷൻ നിങ്ങളെ മൈൻഡിലേക്ക് അങ്ങ് കൊണ്ടുപോകാം. 3 ഇക്വേഷനേ ഉള്ളൂ. റേഡിയസ്, എനർജി, ആ സാധനങ്ങൾ പഠിച്ചാൽ കഴിയും. ചാപ്റ്ററിൽ ഇപ്രാവശ്യം ചോദിച്ചത് എന്താണ്? ഓർബിറ്റ് റേഡിയസ് കണ്ടുപിടിക്കാനാണ്. അത്രയും എളുപ്പ ക്വസ്റ്റ്യൻ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൈനറ്റിക് എനർജി ആയിട്ടുള്ള എക്സ്പ്രഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയേണ്ടത്. ഒന്ന് വായിച്ചേ. ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഇൻ ആൻ ഓർബിറ്റ് ഈസ് -3.4 EV എന്നാണ് പറഞ്ഞത്. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് എന്താണ് ടോട്ടൽ എനർജി തന്നിട്ടുണ്ട്. ടോട്ടൽ എനർജി -3.4 EV എന്നുള്ളതാണ്. ടോട്ടൽ എനർജി എന്തിന് ഈക്വൽ ആണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. വാല്യൂ മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയാം? ടോട്ടൽ എനർജി കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു വിടാ, കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഇവിടെ -3.4 EV അല്ലേ? മൈനസ് എടുക്കുമ്പോൾ എന്തായിട്ടാ വരിക? 3.4 EV എന്ന് വരും. അപ്പോ കൈനറ്റിക് എനർജി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദ്യം എന്താ? പൊട്ടൻഷ്യൽ എനർജി കൂടി കാണണം. പൊട്ടൻഷ്യൽ എനർജി എത്രയാടാ?
ടോട്ടൽ എനർജി എന്തായിരിക്കും? ഇറ്റ് ഈസ് 2 ടൈംസ് ആണ് വരിക. പക്ഷെ അവിടെ എന്തുണ്ടടാ? ഒരു നെഗറ്റീവ് സൈൻ അല്ലേ? നെഗറ്റീവ് സൈൻ അല്ല, ടോട്ടൽ എനർജിയാണ് വരിക. ടോട്ടൽ എനർജിയാണ് വരിക. അപ്പൊ എന്താ? പൊട്ടൻഷ്യൽ എനർജി 2 ടൈംസ് ആണ് വരിക. പൊട്ടൻഷ്യൽ എനർജി 2 ടൈംസ് ഓഫ് ടോട്ടൽ എനർജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് 2 ഇൻറ്റു -3.4 EV. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ എത്രയാടാ? -6.8 EV എന്ന് വരും. ഇത് രണ്ടുള്ള ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. എളുപ്പല്ലേ? ആ റിലേഷൻ പഠിക്കുക. കൈനറ്റിക് എനർജി വാല്യൂ ബേസ് ടോട്ടൽ ജിക്ക് ഈക്വൽ ആണ്. ഒരു നെഗറ്റീവ് സൈൻ അവിടെ ഉണ്ട്. ഇനി ടോട്ടൽ എനർജിയുടെ 2 ടൈംസ് ആണ് എന്ത് വരിക? പൊട്ടൻഷ്യൽ വരിക. ക്ലിയർ അല്ലേ? യെസ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒന്ന് വായിച്ചേ. റെഡി? അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, റെഡി? നോക്കും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് ടോട്ടൽ kinetic energy to the total energy of an electron in a Bohr radius is the Bohr orbit of hydrogen atom is എന്നാണ് ചോദ്യം. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, കൈനറ്റിക് എനർജി എന്താണ്? ടോട്ടൽ എനർജിയുടെ വാല്യൂവിന് ഈക്വൽ. അപ്പോൾ 1:1 ആണ് വരിക. പക്ഷെ അവിടെ എന്തുണ്ടടാ? ടോട്ടൽ എനർജി ഞാൻ എഴുതുമ്പോൾ ഇറ്റ് ഇസ് എ നെഗറ്റീവ് ഓഫ് എന്താണ്? കൈനറ്റിക് എനർജി അല്ലേ? അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്താണ് വരിക? രണ്ട് ഈക്വൽ ആണ്, പക്ഷെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പൊ എന്താ? 1:1. ഓക്കെ, 1:- ഓപ്ഷൻ ബി ആണ്. നമ്മൾ ആവേശം കയറിയിട്ട് 1:1 എന്ത് ചെയ്യരുത്? ബബിൾ ചെയ്ത് പോകരുത്. ക്ലിയർ അല്ലേ? യെസ്. എത്താ എളുപ്പം. അപ്പൊ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കാണ്. അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എനർജി ട്രാൻസ്മിഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് ഓരോ ഓർബിറ്റിൽ ഓരോ എന്തുണ്ട്? എനർജി ഉണ്ട്. ആ ഓരോ എനർജി n=1 ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എക്സ്പ്രഷൻ എന്താണ്? ഓരോ ഓർബിറ്റിലെയും എനർജി ഇക്വേഷൻ എന്താ? E1/n² എന്നാണ് വരിക. E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റ്. അപ്പൊ 13.6 EV ഡിവൈഡ് ബൈ n². n=1 കൊടുത്താൽ എന്താണ്? ഫസ്റ്റ് ഓർബിറ്റിലെ എനർജി എത്രയാണ് വരിക? -13.6 EV. ഇനി n=2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? n=2 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 2ന്റെ സ്ക്വയർ എത്രയാടാ? 4. ഫസ്റ്റ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിൽ ഉണ്ടാകുന്ന എനർജി എത്രയാ? -3.4 EV ആണ്. അത് തേർഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ 9 ആവും. ഡിവൈഡ് ബൈ എന്താ? 13.6 ഡിവൈഡ് ബൈ 9 ആവും. അപ്പോൾ ഓർബിറ്റ് ഏതാണ് വരിക? -1.5 EV ആണ് വരിക. ഇനി അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എനർജി എന്ത് ചെയ്യും? മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എനർജി ലെവൽ കുറഞ്ഞു വരും. റെഡി അല്ലേ? ഇനി ഞാൻ പറയാണ്, അപ്പോ എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? അടുത്ത ഓർബിറ്റിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത ഓർബിറ്റിലേക്ക് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? എനർജി അബ്സോർബ് ചെയ്ത് അടുത്ത ഓർബിറ്റിലേക്ക് പോയി. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ അബ്സോർബ് ചെയ്ത എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് പോകുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n=1 ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വരികയാണെങ്കിൽ നമ്മൾ ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് ലൈമൺ സീരീസ്. ലൈമൺ സീരീസിൽ നിന്ന് പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൾട്രാ വയലറ്റ് ആയിരിക്കും വരിക. അൾട്രാ വയലറ്റ് ആണ് എന്ത്? എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് പുറത്തേക്ക് എന്ത് ചെയ്യുക? റിലീസ് ചെയ്യപ്പെടുക. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് ബാൾമർ സീരീസിലേക്ക് എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ ഓർബിറ്റിലേക്ക് മറ്റു ഓർബിറ്റിൽ നിന്ന് എനർജി എന്ത് ചെയ്യാണ്? റിലീസ് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആ സീരീസിന്റെ ബാൾമർ സീരീസ് എന്നാണ് പറയുക. ഇതിൽ ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ അല്ലേ? അപ്പോ വിടുന്നത് അല്ലെ? അപ്പോൾ അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് വിസിബിൾ റേഞ്ചിലാണ് വരിക. ഇനി അടുത്ത സ്റ്റേറ്റ് ഏതാടാ? പാഷൻ. പിന്നെ വരുന്നത് ഏതാടാ? n=എന്താണ്? 3 വരുന്നത് മറ്റേ എക്സൈറ്റഡ് സ്റ്റേറ്റ് താഴോട്ടേക്ക് വരുമ്പോൾ. ഇനി അടുത്തതിലേക്ക് ബ്രാക്കറ്റ്. അപ്പോൾ n=എന്താണ്? 4 ആണ്. ഇനി പാഷൻ എന്താ? n=എന്താണ്? 5 ആണ്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യുക? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ലോവർ സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യും. ഈ 3 കാറ്റഗറിയിലും ഇൻഫ്രാറെഡ് ആണ്. അപ്പോൾ ഫാർ ഇൻഫ്രാറെഡ് ഉണ്ട്, നിയർ ഇൻഫ്രാറെഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജനറലി പഠിക്കുക ഇൻഫ്രാറെഡ് റേഞ്ചിലാണ് ഈ 3 സീരീസിൽ എന്ത് ചെയ്യുക? എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യുക. ഇനി പുറത്തേക്ക് എനർജി എമിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്? നമുക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് പഠിച്ചിട്ടുണ്ട്. എന്താ? E2 - E1 എന്താണ്? hν എന്ന് പഠിച്ചിട്ടുണ്ട്. എനർജീന്റെ എക്സ്പ്രഷനും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ വേവ് നമ്പറിന് ഒരു എക്സ്പ്രഷൻ എടുക്കാം. എന്താണ് വേവ് നമ്പർ? ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന വേവ് ലെങ്ത് റെസിപ്രോക്കൽ ആണ്. അപ്പൊ എന്താ? 1/λ = RH × 1/n1² - 1/n2² എഴുതാം. ഇതിനെ വിളിക്കുന്ന പേരാണ് റിഡ്ബർഗ് ഫോർമുല എന്ന് വിളിക്കും.
RH and Rydberg constant എന്ന് വിളിക്കും. 1/λ വിളിക്കുന്ന പേരാണ് ഇതെടാ വേവ് നമ്പർ. അപ്പൊ അതിന് ന്യൂ ബാർ എന്നൊക്കെ എഴുതാറുണ്ട്. പറഞ്ഞ മനസ്സിലായോ? റെഡി അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും എനർജി ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ അവിടെ ഫ്രീക്വൻസി കൂടുതലാണ്. കാരണം എന്താ? ഇവിടെ ന്യൂ കൂടുതലാണ്. ഇനി ന്യൂ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ അവരെ ന്യൂ ഇസിക്കൽ ടു C/λ എന്ന് പഠിച്ചിട്ടില്ലേ? ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ വേവ് ലെങ്ത് എന്ത് ചെയ്യടാ? കുറയും. ചില സിറ്റുവേഷനിൽ എനർജി ഗ്യാപ്പ് കൂടുന്നു, ഫ്രീക്വൻസി കൂടുന്നു, വേവ് ലെങ്ത് കുറവാണ്. ഈ ഒരു കൺസെപ്റ്റിൽ കുറെ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ ഇക്വേഷൻ ഇടാണ്ട് ചെയ്യാം. സർ കാണിച്ചു തരാം. റെഡി അല്ലേ? ഇത് ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്ത് എനർജി റിലീസ് ചെയ്യും? എന്താണ്? ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്താ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. The energy levels A, B and C of a certain atoms corresponding to increasing the value of energy, that is EA is greater than എന്താണ് EA is less than EB is less than EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EC ടോപ്പ്, പിന്നെ ആരടാ EB, പിന്നെ ആരടാ EC EA. റെഡി? അപ്പോ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ഈ λ1, λ2, λ3 ആർ ദ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ കറസ്പോണ്ടിങ് ടു ട്രാൻസ്മിഷൻ ഓഫ് C to B യിലേക്ക് വരികയാണ്. അപ്പോൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന λ1 വേവ് ലെങ്ത്. ഇനി അടുത്തൊന്ന് പറഞ്ഞേ B to A യിലേക്ക് പോവാണ്. അപ്പോൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന വേവ് ലെങ്ത് λ2. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് സിന്ന് എയിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വേവ് ലെങ്ത് എത്രയാടാ? ഞാൻ അവിടെ എഴുതാണ് λ3 എന്ന് എഴുതാം അല്ലേ? അത് ഓൾറെഡി ക്വസ്റ്റിന്റെ അകത്ത് പറഞ്ഞിട്ട് കറസ്പോണ്ട് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ്? നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇവിടെ ഒരു റിലേഷൻ എഴുതാണ്. ദ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താ? EC എന്ന് EA ഞാൻ മൈനസ് ചെയ്യാണ് അല്ലെ? EC എന്ന് EA മൈനസ് ചെയ്യാണ്. അതെന്തിന് ഈക്വൽ ആടാ? EC എന്ന് EA മൈനസ് ചെയ്യാണ്. EC മൈനസ് EA എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമുക്ക് നേരെ ചെയ്തതുപോലെ HC/hν എന്ന് എഴുതാൻ വേണ്ടി പറ്റൂലേ? ന്യൂനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? C/λ എന്ന് എഴുതി കൂടെ? ഇവിടെ λ3 ആണ് വരിക. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇതിനെ ഈ എനർജീനെ രണ്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് എഴുതാണ്? EC മൈനസ് EB എഴുതാണ്. അതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? HC/λ1 എന്ന് എഴുതാം. ഇനി അടുത്ത എനർജി ഗ്യാപ്പ് എന്താടാ? EB മൈനസ് EA എന്ന് എഴുതാണ്. അതിനെ വേണമെങ്കിൽ HC/λ2 എന്ന് എഴുതാം. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു 10 EV ഉണ്ട് എന്ന് വിചാരിക്കും. ഇവിടെ എത്രയാടാ? 2 EVയും ഇവിടെ എത്രയാണ്? 8 EV ആന്ന് വിചാരിക്കും. അപ്പൊ ടോട്ടൽ കുട്ടിയെ 10 ഇട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ റിലേഷൻ നിങ്ങൾക്ക് എഴുതി കൂടടാ. EC മൈനസ് EA എന്തിനീക്വലാണ്? EC മൈനസ് EB പ്ലസ് EB മൈനസ് EAക്ക് ഈക്വലാണ് അല്ലേ? ഞാൻ കുറച്ച് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് എന്ത് ചെയ്യുന്നു? വലിപ്പം കൂട്ടി, അല്ലെങ്കിൽ നമ്മൾ ആ പറയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തു പോകുന്നില്ല. കോമ്പറ്റീവ് എക്സാമിന് ടക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആൻസറിലേക്ക് പോകണം. ഓക്കെ, ഇപ്പം സാറ് പറയാനുള്ള ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറയുന്നത്. ജസ്റ്റ് ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഇത് പെട്ടെന്ന് അങ്ങ് ചെയ്താൽ പോലെ, എളുപ്പമാണ്. നോക്കി, EC മൈനസ് EAനെ വേണമെങ്കിൽ HC/λ3 എന്ന് എഴുതാം. EC മൈനസ് EBനെ വേണമെങ്കിൽ HC/λ1 എന്ന് എഴുതാം. അടുത്തത് HC/λ2 എന്ന് എഴുതാം. ഇതിൻ്റെ അകത്തൊക്കെ SC ഒക്കെ കട്ട് ചെയ്ത് കളയാം. കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം എഴുതി കൂടടാ. എന്താണ്? 1/λ3 ഈസ് ഈക്വൽ ടു 1/λ1 പ്ലസ് 1/λ2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ λ3 ഈസ് ഈക്വൽ എന്താ? λ1 × λ2 ഡിവൈഡഡ് ബൈ λ1 പ്ലസ് λ2. എന്താ സാർ അത് പെട്ടെന്ന് എഴുതി? നമ്മൾ 1/r1 പ്ലസ് 1/r2 r1 × r2 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 എന്ന് എഴുതിയില്ലേ? എന്തിനാടാ ക്രോസ് ചെയ്യുന്നുണ്ട്? ആൻസർ തന്നെ അല്ലേ? അപ്പൊ എന്താ ഓപ്ഷൻ അതാടാ? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. കിട്ടിയോ? എളുപ്പല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്, 2005 ചോദിച്ച ക്വസ്റ്റ്യൻ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Energy of an hydrogen atom with the principal quantum number n is given by E is equal to minus 13.6 EV divided by n square. നമുക്ക് അറിയുന്ന കാര്യമാണ്. The energy of a photon ejected when the electron jump from n is equal to 3 state
n is equal to 2 state of hydrogen atom is approximately എന്നാണ് ചോദ്യം. നമ്മളെ കോമ്പറ്റീവ് എക്സാമിന് സമയത്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തല്ലേ ഉദ്ദേശം. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ ഡാറ്റകൾ നിങ്ങളുടെ തലയിലുണ്ടോ? ഞാൻ ചോദിക്കാം. ഫസ്റ്റ് ഓർബിറ്റിൽ എത്രയാണ് എനർജി? -13.6 eV. നെക്സ്റ്റ് എത്രയാണ് വന്നത്? -3.4 eV. അടുത്ത ഓർബിറ്റ് എത്രയാണ് വന്നത്? 1.5. സർ എഴുതി കാണിച്ചു തരാം. ഫസ്റ്റ് വന്ന എനർജി എന്ന് പറഞ്ഞാൽ 13.6 eV ആണ് അല്ലേ? അതാണ് n is equal to 1 വന്നത്. ഇതാ ഇവിടെ ഒരു സ്റ്റേറ്റ്. അടുത്ത സ്റ്റേറ്റ് എത്രയാടാ? പറയൂ. 3.4 eV. n is equal to 2 സ്റ്റേറ്റ്. അടുത്ത സ്റ്റേറ്റ് എത്രയാടാ? -1 eV. n is equal എന്താടാ? പറയൂ. n is equal to 3. അങ്ങനെയാണെങ്കിൽ ഇവര് പറയും n is equal to 3 n is equal to 2 ജമ്പ് ചെയ്താൽ എത്രയാണ് എനർജി വരിക? ഈ ഡിഫറൻസ് അല്ലേ? അത് എത്രയാ? ഒന്ന് പറഞ്ഞേ. 1.5 മൈനസ് ഓഫ് 3.4 eV അല്ലേ? ആൻസർ എത്രയാണ് വരിക? 1.9 eV. ഇതല്ലേ എനർജി ഗ്യാപ്പ്? ആ എനർജി ഗ്യാപ്പ് അല്ലേ ഇജക്ട് ചെയ്യുക. n is equal to 3 എന്ത് ചെയ്തു? n is equal to 2 പോയി. അപ്പൊ എനർജി ഗ്യാപ്പ്, ആ എനർജി എന്ത് ചെയ്തു? എമിറ്റ് ചെയ്യുന്നു. പറഞ്ഞാൽ മനസ്സിലായോ? റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ അവിടെ പിന്നെ ആ ഒരു ഇതൊക്കെ കണ്ടുപിടിച്ച് 1/n1 - 1/n അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് അറിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് ആൻസർ എത്താം. റെഡി അല്ലേ? ജസ്റ്റ് ചില സമയത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നൊക്കെ ചില എനർജി ലെവൽസ് നമ്മൾ ഈ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ -3.4 eV എന്ന് പറയുമ്പോൾ കുട്ടീൻ്റെ മൈൻഡിലേക്ക് ഡയറക്റ്റ് കയറണം. n is equal to 2 ആണെന്ന് കയറണം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോഴാണ് അതിന്റെ സ്പീഡ് കൂടുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡീൽ ചെയ്യാം. 3.6 അവിടെ ഡിവൈഡ് ബൈ ഒക്കെ ചെയ്ത് ഒരു ഒബ്ജക്റ്റീവ് ലെവലിൽ നമുക്കത് ആ ഒരു പാത്ത് ഫോളോ ചെയ്യേണ്ട. യെസ്, നോക്കടാ. ദ സ്പെക്ട്രൽ സീരീസ് വിച്ച് കറസ്പോണ്ട്സ് ടു ദ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഫ്രം ദ ലെവൽ n2 is equal to 5 something to the level n1 is equal to 4 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഏതാടാ? നാലാമത്തെ അല്ലെങ്കിൽ ഹയർ സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് ആയിട്ടുള്ള ലോവർ സ്റ്റേറ്റ് ആയിട്ടുള്ള n1 is equal to 4 വരുന്നത് ഏത് സീരീസ് ആണെന്നാണ് ചോദ്യം. ഏതാ? ലൈമൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ് അല്ലേ നാലാമത്തത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഏതാ? ബ്രാക്കറ്റ്. ക്ലിയർ ആയിട്ട് 24 ചോദിച്ചു. റെഡി? എളുപ്പം, എന്തൊരു എളുപ്പം. യെസ്, നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ. ദ വേവ് ലെങ്ത് ഓഫ് ലൈമൻ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അപ്പിയേഴ്സ് ഇൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈമൻ എന്താടാ പുറത്തേക്ക് എമിറ്റ് ചെയ്യുക? ലൈമൻ എമിറ്റ് ചെയ്യുന്നത് അൾട്രാ വയലറ്റ് റീജിയനെയാണ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത് അല്ലേ? ബാൾമർ ആകുമ്പോൾ യുവിയിലേക്ക് എന്ത് ചെയ്യും? യുവിയിലേക്ക് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും അല്ലേ? ലൈമൻ യുവിയിലും വിസിബിളിലേക്ക് എമിറ്റ് ചെയ്യും. ബാൾമർ ആകുമ്പോൾ വിസിബിൾ എമിറ്റ് ചെയ്യും. അതിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇൻഫ്രാറെഡ് ആയിട്ട് മാറും. റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ആൻ ഹൈഡ്രജൻ സ്പെക്ട്രം ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാൾമർ സീരീസ് ഈസ് ലാംഡ. ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ബ്രാക്കറ്റ് സീരീസ് എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സാധനം എഴുതാൻ വേണ്ടി പോവാണ്. അതായത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതാ നോക്കിയേ, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ബാൾമർ സീരീസ് എന്ന് പറയുന്ന n is equal എന്താടാ? 4 വരികയാണ്. n is equal to 4 ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആവണമെങ്കിൽ അവിടെ എനർജി മാക്സിമം ആവണം. കാരണം ഫ്രീക്വൻസി കൂടണം. ഫ്രീക്വൻസി hν ആണ്. ഫ്രീക്വൻസി കൂടുന്ന എനർജി ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കൂടണം. അപ്പോൾ n1 is equal to 4 ആണെങ്കിൽ n2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം അത്രയും ഗ്യാപ്പിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വേവ് ലെങ്ത് ഷോർട്ട് ആവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ട് ഓൾറെഡി എനർജി ഗ്യാപ്പ് കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയാണ് ചെയ്യുക. ഫ്രീക്വൻസി കൂടും, വേവ് ലെങ്ത് കുറയും. അപ്പൊ n2 is equal to ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റീഡ്ബർഗ് ഫോർമുല ഇടുകയാണെങ്കിൽ എന്താണ് വരിക? 1/λ is equal to RH into 1/n1² എന്ന് പറഞ്ഞാൽ n1² is equal എന്താടാ? 4 അല്ലേ? സോറി, ലൈമൻ അല്ലേ ചോദിച്ചടാ? റെഡി. n1 is equal എന്താടാ? 2 അല്ലേ? n1 അല്ലേ? നമ്മൾ ബ്രാക്കറ്റ് ആണ് സാർ എടുത്തത് കേട്ടോ. അപ്പൊ എന്താ? n1 is equal n2² minus 1/∞. അങ്ങനെയാണെങ്കിൽ എനിക്ക് 1/λ is equal to RH into 1/4 എന്ന് വരും. അപ്പോൾ RH is equal എന്താടാ വരിക? 4/λ. ഇനി അടുത്തൊന്ന് ചോദിച്ചേ, the shortest wavelength in the bracket series എന്നാണ് ചോദ്യം. ബ്രാക്കറ്റ് സീരീസ് ആണെങ്കിൽ എന്താ? 1/λ1 എന്ന് ഇതാണ്. ഇനി അതും ഷോർട്ടസ്റ്റ് ആവണമെങ്കിൽ അവിടെയും n2 എന്താണ്? ഇൻഫിനിറ്റി ആവണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? RH into
1 ബ്രാക്കറ്റിന്റെ n1 എന്ന് പറയുന്ന എത്രയാണ് 4 ആണ്. നമ്മൾ ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. 1/∞. അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒന്ന് പറഞ്ഞേ. യെസ്. അങ്ങനെയാണെങ്കിൽ RH ഈസ് ഈക്വൽ ടു RH വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാ? 4/λ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് 4/λ ഇൻറ്റു 1 എന്താടാ 1/16 എന്ന് വന്നു. റെഡി? ദാറ്റ്സ് ഈക്വൽ ടു 1/λ1 എന്ന് എഴുതി. കട്ട് ചെയ്താൽ കിട്ടുമല്ലോ 4 ആയി. യെസ്. അങ്ങനെയാണെങ്കിൽ λ1 ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടുമടാ 4λ എന്ന് കിട്ടും. ഇതാ നോക്കി, λ1 ഈസ് ഈക്വൽ ടു 4λ. സോ ഓപ്ഷൻ എന്താടാ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ക്ലിയർ അല്ലേ? അപ്പൊ ആ ട്രാൻസ്മിഷനായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്റ്റേറ്റിലേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതാ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയടാ. ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈമിൽ കുറച്ച് ടൈം കൺസ്യൂം എങ്കിലും ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ക്വസ്റ്റ്യൻ കാണാണ്. അപ്പൊ സാറ് പറഞ്ഞ കാര്യം മൈൻഡിലേക്ക് ഇടണം. എനർജി ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടും, അവിടെ എന്ത് കുറയും? വേവ് ലെങ്ത് കുറയും. ഇവിടെ നോക്കിയേ, ഏറ്റവും എനർജി ഗ്യാപ്പ് എവിടെയാണുള്ളത്? ഇതാ ഇതല്ലടാ ഏറ്റവും എനർജി ഗ്യാപ്പ്. ഒരു സംശയമില്ലല്ലോ, വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും എനർജി ഗ്യാപ്പ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടോ? സം എനർജി ലെവൽസ് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറയാണ് ഇവിടെ വേവ് ലെങ്ത്തുകൾ തമ്മിലുള്ള റിലേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെടാ, ഏറ്റവും എനർജി ഗ്യാപ്പ് കൂടുതൽ ഇവിടെയാണ്. എനർജി ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വേവ് ലെങ്ത് ആണ് അത് എന്ന് പറഞ്ഞാൽ λ3 ഈസ് വെരി ലെസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ തപ്പിപ്പോവാണ്. ഇതാ λ3 ഈ പറഞ്ഞ λ1 λ2 ചെറുതാണ്. അപ്പൊ ഇത് രണ്ടും ഞാൻ ഒരിക്കലും ഓപ്ഷൻ പ്രിഫർ ചെയ്യില്ല. കാരണം എന്താ? λ3 ചെറുതല്ല, അവിടെ പറഞ്ഞു λ3 ഈസ് ഗ്രേറ്റർ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും റിലേഷൻ ആണ് വരിക. ഞാൻ അവിടെ പോവുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി ഇവർ തമ്മിൽ λ1 λ2 തമ്മിൽ റിലേഷൻ അറിഞ്ഞാൽ മതി. ഇനി ഞാൻ ചോദിക്കട്ടെടാ, ഈ എനർജി ഗ്യാപ്പ് എടുത്ത് ഇവിടെ 4e, ഇവിടെ 2.5e, അപ്പൊ എന്ന് പറഞ്ഞാൽ 1.5e വരുന്നുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ എനർജി ഗ്യാപ്പ് കൂടുതൽ 1.5e ഉണ്ട്. ഇനി ഇവിടെ ഒന്ന് പറഞ്ഞേ 2e, ഇവിടെ വരുന്ന എത്രയാടാ -3, അപ്പൊ എനർജി ഗ്യാപ്പ് 1e എന്ന് പറഞ്ഞാൽ എനർജി ഗ്യാപ്പ് കുറവ് λ2നാണ്. ഇനി എനർജി ഗ്യാപ്പ് കൂടുതൽ λ1നാണ്. അപ്പൊ എനിക്ക് പറയാൻ വേണ്ടി പറ്റും എനർജി ഗ്യാപ്പ് കുറഞ്ഞിട്ടില്ല λ2 λ1 എന്താണ് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പൊ ഞാൻ ഏത് ഓപ്ഷനിലേക്ക് പോടാ? ഓപ്ഷൻ ഡിയിലേക്ക് പോകും. λ2 ഈസ് ഗ്രേറ്റർ ദാൻ λ1 ആൻഡ് λ2 ഈ റിലേഷൻ നമ്മൾ ബിൽഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. റെഡി? വേണമെങ്കിൽ ചെയ്യാട്ടോ, ചെയ്യാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു കൺസെപ്റ്റ് ഇടാം. ക്ലിയർ അല്ലേ? അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം? ആറ്റംസിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഇനി ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ആ ഈ സാറ് പറഞ്ഞ ഇക്വേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. നമ്മൾ കെമിസ്ട്രിയിൽ ഒരുപാട് പഠിച്ചതാണ്. കെമിസ്ട്രിയിൽ വളരെ ഡീപ്പായിട്ട് പോകുന്നതാണ്. ഇതൊരു പെരിഫറിയിലുള്ള ഒരു യാത്ര മാത്രമാണ്. അപ്പോൾ അവിടെ പിന്നെ റിബർഗ് കോൺസ്റ്റന്റ് ആണെങ്കിൽ റിബർഗ് ഫോർമുലയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബോർ മോഡൽ പഠിക്കുന്നുണ്ട്, റുദർഫോർഡ് മോഡൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് ഡെഫിനറ്റ്ലി ഈ ചാപ്റ്ററിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. റെഡി അല്ലേ? അടുത്ത ഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയ ആണ്. ന്യൂക്ലിയയുള്ള ഭാഗമായിട്ട് നമുക്ക് കാണാം. അതും കുറച്ചുകൂടി ഡെപ്തിൽ പഠിക്കാനുണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ല, കെമിസ്ട്രി പഠിച്ചതല്ല. കുറച്ചുകൂടി അതിൻ്റെ അകത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി കൺസെപ്റ്റുകൾ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഓക്കെ അല്ലേടാ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.